ഹായ് ഫ്രണ്ട്സ്, NCERT +2 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പുതിയ ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിശദമായി ഡിസ്കസ് ചെയ്തു. ദെൻ ഫാരഡേസ് എക്സ്പെരിമെൻറ്റും ലെൻസസ് ലോ എല്ലാം തന്നെ വിശദമായി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ് ഇൻ ദാറ്റ് കോയിൽ, അല്ലേ? അതായത് ഒരു കോയിലുമായി ലിങ്ക് ചെയ്ത് അതിന് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു, അതിൻ്റെ ഫലമായിട്ടൊരു ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ നമ്മുടെ മെയിൻ പോയിൻറ്റ്സ് എന്താണ് ഇൻഡക്റ്റൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ദെൻ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് വിശദമായിട്ടും, അതുപോലെ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു ലോങ് സോളിനോയിഡ്സ്, രണ്ട് സോളിനോയിഡ്സിൻ്റെ ഇടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കും. ദെൻ ഇതിനെ ബേസ് ചെയ്ത സർട്ടൻ ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതായത് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ നിയർ ബൈ കോയിൽ ഓർ ഡ്യൂ ടു ദ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദി സെയിം കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. എപ്പോൾ? ഇഫ് ദർ ഇസ് എ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ സെയിം കോയിൽ, ആ കോയിലിനുമായി ബന്ധപ്പെട്ടൊരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ കോയിലിൽ ഒരു EMF, അത് എൻ്റെ ഫലമായിട്ട് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കോയിലിൽ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കോയിലൊരു ഇൻഡ്യൂസർ കറണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് ഇൻഡ്യൂസ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ഫ്ലക്സ് ചേഞ്ച് in the another coil or due to the flux change produced by the same coil. So in these two cases we can clearly say that the magnetic flux is directly proportional to electric current. എന്തുകൊണ്ട് നമുക്ക് പറയാം? അതായത് ഫ്ലക്സ് ചേഞ്ച് ഇല്ല വിചാരിക്കാം, ആ കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ചേഞ്ച് ഇല്ല എങ്കിൽ അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇനി ഫ്ലക്സ് ചേഞ്ചിൻ്റെ തോത് കൂടുതലാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, കുറവാണെങ്കിൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, മാഗ്നറ്റിക് ഫ്ലക്സ് φB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് I. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോയിൽ ഒരു ടേണിന് പകരം ഇഫ് യു കൺസിഡർ എ കോയിൽ ഓഫ് n ടേൺസ്, സോ ഫോർ എ ക്ലോസ്ലി കോയിൽ ഓഫ് n ടേൺസ്, then n φB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. The term n φB is known as flux linkage. n φB is known as flux linkage. So we can write n φB is directly proportional to I. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ n φB is equal to a constant into I. This constant is known as inductance. Inductance എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ഈ കോൺസ്റ്റന്റിനെ പറയുന്നത്. This constant is known as inductance. Okay. Then inductance എന്നുള്ള ഈ കോൺസ്റ്റന്റ് കോയിലിൻ്റെ ജോമെട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ജോമെട്രി ഓഫ് ദ കോയിൽ മീൻസ് ആ കോയിലിൻ്റെ ലെങ്ത്ത്, അതുപോലെ കോയിലിൻ്റെ ഏരിയ, ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൂടാതെ അതിൻ്റെ ഇൻട്രിൻസിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെയും ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ മനസ്സിലാക്കിയതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ C = ε0 εr A/d. ഇതിലുള്ള ഓരോ പാരാമീറ്റേഴ്സും കപ്പാസിറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അത് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, then separation between the plates, then the dielectric constant of the intervening medium, ആ പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, ഇവ കാര്യങ്ങളൊക്കെ തന്നെ കപ്പാസിറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ നീളത്തെയും അതുപോലെ കോയിലിൻ്റെ ഏരിയ ക്രോസ് സെക്ഷനെയും, പിന്നെ കോയിലിൻ്റെ അകത്ത് എയർ ആയിരിക്കുന്ന സമയത്ത് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ അതിനകത്ത് വേറൊരു സോഫ്റ്റ് ആൻഡ് പോലുള്ള ഒരു മെറ്റീരിയൽ കടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാം. അതൊക്കെ നമ്മളിപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ മനസ്സിലാക്കുമ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ അറിയാവുന്ന വസ്തുത എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ജോമെട്രി ഓഫ് ദ കോയിൽ ആൻഡ് ആൾസോ ദി ഇൻട്രിൻസിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ദെൻ ഇൻഡക്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഹെൻറി. SI യൂണിറ്റ് ഈസ് ഹെൻറി. സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹെൻറി. അതിനെ ബേസ് ചെയ്താണ് ഇൻഡക്റ്റൻസിന് യൂണിറ്റ് പറയുന്നത് ഹെൻറി എന്നുള്ളതാണ്. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ H. ഇനി നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് കണ്ടെത്താം. നമുക്കറിയാം φB is directly proportional to I. So the inductance എന്നുള്ള കോൺസ്റ്റന്റ് കിട്ടണമെങ്കിൽ ഇൻഡക്റ്റൻസ് is equal to φB by I കാണണം. അപ്പോൾ നമുക്ക് ഫൈബയുടെ ഡയമെൻഷനും
കറണ്ട് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടൻസിൻ്റെ ഡയമെൻഷൻ കിട്ടും. 5B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു B ഇൻറ്റു എ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ കണ്ടെത്തണം. നമുക്കറിയാവുന്ന ഇക്വേഷൻ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു QVB. സോ B ഈസ് ഈക്വൽ ടു F/QV. എഫിൻ്റെ ഡയമെൻഷൻ mL/2 ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ AT, ദെൻ വെലോസിറ്റി LT/-1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും m(a)(-1) t(-2). ഇവിടെ L ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഇവിടെ T t(-1) ഒഴിവായി കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർ B. സോ 5Bയുടെ ഡയമെൻഷൻ കിട്ടണമെങ്കിൽ അപ്പോൾ ബിയുടെ ഡയമെൻഷൻ ദാറ്റ് ഈസ് m(a)(-1) t(-2) ഇൻറ്റു ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L² ആണ്. സോ ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഫോർ 5B. അപ്പോൾ നമുക്ക് ഇൻഡക്ടൻസ് ഡയമെൻഷൻ കിട്ടണമെങ്കിൽ 5Bയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. m(a)(-1) t(-2) L² ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ ആംപിയർ. സോ ദി ഡയമെൻഷൻ ഫോർമുല ഈസ് m(a)(-2) ഈ അങ്ങോട്ട് പോകുമ്പോൾ a(-2) ആയി മാറും. t(-2) L². So this is the dimensional formula for inductance. ഇപ്പോൾ നമ്മൾ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ രണ്ട് കോയിൽ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ദ കോയിൽ 1, ദിസ് ഈസ് കോയിൽ 2 ആൻഡ് N1 is the total number of turns for coil 1, N2 is the number of turns for coil 2. Okay, then here is a battery and here is a key or switch. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കീ അങ്ങോട്ട് പ്രസ് ചെയ്യാണ്. യു ക്ലോസ് ദ സ്വിച്ച്. സോ വാട്ട് വിൽ ഹാപ്പൻ? അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം കറണ്ട് ഒരു കോയിലൂടെ ഒഴുകി കഴിഞ്ഞാൽ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് ഈ കോയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദി സെക്കൻഡ് കോയിൽ. ഇതിനടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ കോയിലുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫ്ലക്സിന് ചേഞ്ച് വരാം. അതാണ് പറയുന്നത്. നോക്കൂ, എ കറണ്ട് ഈസ് ഫ്ലോയിങ്, സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ലിങ്ക്ഡ് വിത്ത് ദി സെക്കൻഡ് കോയിൽ. സോ there will be a flux related to this coil that is represented by the letter phi2. Magnetic flux phi linked with the second coil phi2 is equal to നമുക്കറിയാം B into A ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ പഠിച്ച വേറൊരു കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് B is equal to mu0 n into I1. അപ്പോൾ ഒന്നാമത്തെ സോളിനോയിഡിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B is equal to mu0 n into I1. കാരണം I1 ആണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? phi2 is equal to mu0 n I1 into A. ഇവിടെ നോക്കൂ, mu0 is a constant, n is the number of turns per unit length, that is again a constant for the solenoid, and A is also a constant. ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? phi2 is directly proportional to I1. That is magnetic flux linked with the second coil is directly proportional to the current flowing through the first coil. ഇനി പറയാൻ പോകുന്നത് ഈ കറണ്ട് നമ്മളിങ്ങനെ വാരി ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് ഇവിടെ വോൾട്ടേജിന് വ്യത്യാസം അനുസരിച്ച് ഇവിടെ കറണ്ട് വ്യത്യാസം വരും. ആ കറണ്ട് വ്യത്യാസം എന്നനുസരിച്ച് എന്ത് കഴിയും? അത് സെക്കൻഡ് കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിനും വ്യത്യാസം വരും. വെൻ ദ കറണ്ട് ത്രൂ ദ കോയിൽ 1 ചേഞ്ച്, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ 2 ആൾസോ ചേഞ്ചസ്. നമുക്കറിയാം ഒരു കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ an EMF will be induced. Hence an EMF is induced in the coil 2 and this process is known as mutual induction. So what is mutual induction? Mutual induction is the process in which an EMF is induced a coil due to the change in current in the nearby coil. That is ഒരു EMF അവിടെ ഒരു കോയിൽ ഉണ്ടാവുന്നു. എന്താണ് കാരണം? നിയർ ബൈ കോയിലുള്ള കറണ്ടിന് വരുന്ന വേരിയേഷൻ കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോയിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയും ആ ഫ്ലക്സ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ള പ്രോസസ്സാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന EMFന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമുക്ക് ഇക്വേഷനെ phi2 is directly proportional to I1 എന്നുള്ളതിനെ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ phi2 is equal to m. m is the mutual inductance. 2 1 എഴുതിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 2 വിത്ത് റെസ്പെക്ട് ടു 1.
രണ്ടാമത്തെ കോയിലിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു 1 ഇൻറ്റു I1. സോ φ2 ഈസ് ഈക്വൽ ടു M21 ഇൻറ്റു I1. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ കോയിലിനെ സംബന്ധിച്ച് N1 ടേൺസ് ഉണ്ട്, അതുപോലെ രണ്ടാമത്തെ കോയിലിനെ സംബന്ധിച്ച് N2 ടേൺസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് കോയിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോയിലിൻ്റെ രണ്ടാമത്തെ കോയിലിൻ്റെ ഒരു ടേണിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് φ2 എങ്കിൽ ഇഫ് ദർ ആർ N2 ടേൺസ് ദെൻ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു N2 φ2 ഈസ് ഈക്വൽ ടു M21 ഇൻറ്റു I1. Then we are differentiating. N2 is constant, so N2 into d phi2 by dt is equal to M21 is a constant into di1 by dt. നമുക്കറിയാം N2 into n into d phi by dt is known as minus c according to Lenz's law is equal to minus n into d phi by dt എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ N2 into d phi2 by dt പറഞ്ഞാൽ രണ്ടാമത്തെ കോയിൽ ഉണ്ടാവുന്ന EMF അതിന് നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് സൈൻ കൊടുക്കണം. കാരണം E is equal to minus n into d phi by dt ആണ്. അപ്പോൾ N2 into d phi2 by dt is equal to minus E2, that is EMF in the second coil is equal to M21 into di1 by dt, or E2, that is EMF induced in the second coil due to the current change in the first coil, that is E2 is equal to minus M21 into di1 by dt. So that is the expression for mutual induced EMF in the second coil. അതിന് കാരണം എന്താണ്? ഒന്നാമത്തെ കോയിലുള്ള കറണ്ട്, അതായത് I1 ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ സെക്കൻഡ് കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് φ2 വേരിയേഷൻ വരികയും അപ്പോൾ d2 by dt എന്നുള്ള ആ വേരിയേഷൻ കൊണ്ട് ആ രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അങ്ങനെ കിട്ടിയ EMFന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. അതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ ആണ് E2, that is EMF in the second coil E2 is equal to minus M21 into di1 by dt. ഇനി അടുത്ത ടോപ്പിക് ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു ലോങ് സോളിനോയിഡ്സ്. Here we are considering two solenoids. One is having larger radius, one is having smaller radius. But for our simplicity we are taking the solenoids are having equal length L length ആണ് രണ്ടിൻ്റെയും ടേൺസിൻ്റെ എണ്ണം. This is a solenoid 1 or the coil S1 and this is S2. This is S1 and this is S2. This is S2. അപ്പോൾ S1ൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N1 ആണ്. S2ൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N2 ആണ്. R1 and R2 are their radii. That is this is the S2 കോയിലിൻ്റെ റേഡിയസ് R2. ഇത് S1 എന്നുള്ള കോയിൽ അതിനകത്താണ്, അതിൻ്റെ റേഡിയസ് സ്മോളർ റേഡിയസ് ആണ് R1 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദീസ് ടു സോളിനോയിഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോയിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ S1 ഒഴുകുന്ന കറണ്ട് I1 ആണ്, S2 ഒഴുകുന്ന കറണ്ട് I2 ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോയിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അടുത്ത കോയിലിൽ ഒരു ഫ്ലക്സ് ഉണ്ടായിരിക്കും. അതേപോലെ രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഒഴുകുമ്പോൾ ഫസ്റ്റ് കോയിലും ഒരു ഫ്ലക്സ് ഉണ്ടായിരിക്കും. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ S1. ഈ S1 എന്നുള്ള കോയിലുമായി ബന്ധപ്പെട്ട ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് എന്താണ്? N1 φ1 is equal to M12 into I2. That is mutual inductance of coil or solenoid S1 with respect to S2. അതിന് കാരണം അതായത് φ1 എന്താവാനുള്ള കാരണം S2 എന്നുള്ള കോയിലൂടെ ഒഴുകുന്ന കറണ്ടാണ് I2. ഓക്കെ, ഇനി ആ കറണ്ട് I2 എന്നുള്ള കറണ്ട് S2 എന്നുള്ള സോളിനോട് ഒഴുകുമ്പോൾ അവിടെ അതിന് കാരണമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു I2 ഇൻ S2. നമുക്കറിയാം സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ B = μ0 Ni. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കോയിലിലെ അല്ലെങ്കിൽ S2 എന്നുള്ള കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുള്ളത് കൊണ്ട് B2 is equal to μ0 into N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഫോർ S2 into I2. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് I2 എന്നുള്ള കറണ്ട് S2 എന്നുള്ള സോളിനോയിഡ് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ആണ് ഫസ്റ്റ് കോയിലായിട്ട് ലിങ്ക്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നത്. സോ ദ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് സോളിനോയിഡ് S1. ഇനി നമ്മൾ N1 φ1 വേറെ തരത്തിൽ എഴുതാൻ പോവാണ്. N1 φ1 is equal to നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ BA ആണ്. അപ്പോൾ φ1 എന്നുള്ള ഫ്ലക്സ് ഒന്നാമത്തെ കോയിൽ S1 എന്നുള്ള കോയിൽ ഉണ്ടാവാനുള്ള കാരണം രണ്ടാമത്തെ കോയിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. സോ B2 into A1. ഇവിടെ N1 ഉണ്ട്, N1 അതേപോലെ എഴുതി. ഓക്കെ, ഇനി B2 എന്ന് നമുക്ക് എന്താ അറിയാം? B2 is equal to μ0 into N2 into I2. μ0 into N2 into I2. ദെൻ A1 അതേപോലെ എഴുതി, N1 അതേപോലെ എഴുതി.
ഇനി നമ്മൾ പറഞ്ഞു n1 is the number of turns per unit length. അപ്പോൾ n1 സ്മോൾ n1 is equal to ക്യാപിറ്റൽ n1 by l എന്ന് നമുക്ക് എഴുതാം. ടോട്ടൽ ടേൺസ് ആണ് ക്യാപിറ്റൽ n1 ഫോർ സോളിനോയിഡ് s1. അപ്പോൾ അങ്ങനെ എഴുതാം n1 ∅1 is equal to mu naught n2 I2 a1. ക്യാപിറ്റൽ n1 പകരം ഞാൻ എന്ത് എഴുതി n1 ഇൻറ്റു എൽ, സ്മോൾ n1 ഇൻറ്റു എൽ. ഒന്നുകൊണ്ട് ഷഫിൾ ചെയ്തു. mu naught ഇൻറ്റു n1 n2 ആദ്യം എഴുതി. a1 എന്ന് പറഞ്ഞാൽ s1 എന്നുള്ളതിൻ്റെ ഏരിയ, അപ്പോൾ അതിൻ്റെ റേഡിയസ് r1 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ പൈ r1 സ്ക്വയർ ഇൻറ്റു പിന്നെ എൽ ഇതേപോലെ എഴുതി I2. ഇനി നമുക്ക് ഇട്ടിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ്, അതായത് ഫ്ലക്സ് ലിങ്കേജ് രണ്ട് തരത്തിൽ n1 ∅1 is equal to m12 ഇൻറ്റു I2 എന്നും ഫ്ലക്സ് ലിങ്കേജ് വേറെ തരത്തിൽ n1 ∅1 is equal to mu naught n1 I2 n2 പൈ r1 സ്ക്വയർ എൽ ഇൻറ്റു I2. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും I2 ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, ഇവിടെ I2 ഉണ്ട്. ബാക്കി m12 എന്നുള്ള ഈ ക്വാണ്ടിറ്റി അതിന് ഇക്വലൻ്റ് ആണ് ഈ ബാക്കിയുള്ള എല്ലാം കൂടി ചേർന്ന്, ദാറ്റ് ഇസ് mu naught n1 n2 പൈ r1 സ്ക്വയർ ഇൻറ്റു എൽ. സോ m12 is equal to mu naught n1 n2 pi r1 square into L. What is m12? m12 is the mutual inductance of solenoid S1 with respect to S2. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് സോളിനോയിഡ്, ദാറ്റ് ഈസ് S1 വിത്ത് റെസ്പെക്ട് ടു S2 ആണ്, m12 ആണ് കിട്ടിയത്. ഇതേപോലെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S2 വിത്ത് റെസ്പെക്ട് ടു S1 കണ്ടു നോക്കാം. നോക്കൂ, ഇവിടെ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് S2 നേരത്തെ കണ്ടെത്തി ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് S1 ആയിരുന്നു. അപ്പോൾ S2 ആയി ബന്ധപ്പെട്ട ഫ്ലക്സിന് കാരണം S1 ഒഴുകുന്ന കറണ്ടാണ്. അപ്പോൾ എങ്ങനെ എഴുതാം n2 ∅2 is equal to m21, that is mutual inductance of second solenoid, that is S2 with respect to S1 into I1. കാരണം ∅2 കാരണം I1 ആണ്, അതായത് നിയർ ബൈ കോയിൽ ഒഴുകുന്ന കറണ്ടാണ് ഈ ∅2 ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് n2 ∅2 is equal to m21 into I1. ഇനി നമുക്ക് നേരത്തെ പോലെ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് S2 എങ്ങനെ എഴുതാം n2 ∅2 is equal to ഈ I1 എന്നുള്ള കറണ്ട് S1 ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 ആണ്. B1 നോക്കൂ, ഇവിടെ നമ്മൾ ശരിക്കും എഴുതേണ്ടിയിരുന്നത് A2 ആണ്, B1 ഇൻറ്റു A2, അതായത് സെക്കൻഡ് സോളിനോയിഡ് അല്ലെങ്കിൽ S2ലാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയയാണ് A2 എടുക്കേണ്ടിയിരുന്നത് ഇൻറ്റു n2. പക്ഷേ ഇവിടെ ഫ്ലക്സ് ഡ്യൂ ടു I1, അതായത് I1 എന്നുള്ള കറണ്ട് S1 ഒഴുകുമ്പോൾ അതുമായി ഉണ്ടാകുന്ന ഫ്ലക്സ് ദാറ്റ് ഈസ് കൺഫൈൻഡ് ഓൺലി ഇൻ S1, അത് S2ലേക്ക് സ്പ്രെഡ് ആവുന്നില്ല. അതായത് ഈ സോളിനോയിഡിൻ്റെ ലെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് I1 എന്നുള്ള കറണ്ട് S1 എന്നുള്ള സോളിനോയിഡ് ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്നുള്ളത് ഇറ്റ് ഈസ് കൺഫൈൻഡ് ഓൺലി ഇൻസൈഡ് S1. S1 ഉള്ള ആ ഏരിയയിൽ മാത്രമാണ് അത് ഒതുങ്ങി കൂടുന്നത്, കാരണം സോളിനോയിഡിൻ്റെ നീളം വളരെ കൂടുതലായതുകൊണ്ട്. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് A2 എടുക്കേണ്ട, യു ഹാവ് ടു ടേക്ക് ഓൺലി A1. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ എന്താ പൈ r1 സ്ക്വയർ എടുത്താൽ മതി. അതായത് B1 A1 ഇൻറ്റു n2 എന്നുള്ള ടോട്ടൽ ടേൺസ് ആണ് സെക്കൻഡ് സോളിനോയിഡിൻ്റെ, അത് എടുക്കണം. പക്ഷേ ഏരിയ എന്നുള്ളത് ഫസ്റ്റ് സോളിനോയിഡിൻ്റെ, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു I1 ഈസ് ഓൺലി കൺഫൈൻഡ് ഇൻസൈഡ് S1. അപ്പോൾ S1 ഉള്ള ആ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ A1 മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് n2 ∅2 is equal to B1 നമ്മളൊക്കെ അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ S1 is equal to mu naught ni ആണ് ജനറൽ ഇക്വേഷൻ. സോ mu naught ഇൻറ്റു n1 എന്ന് പറഞ്ഞാൽ S1 ഉള്ളതിനെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, I1 എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു A1 എന്ന് പറഞ്ഞാൽ പൈ r1 സ്ക്വയർ ഇൻറ്റു n2, ക്യാപിറ്റൽ n2 ക്യാൻ ബി റിട്ടൺ ആസ് n2 ഇൻറ്റു എൽ, കാരണം സ്മോൾ n2 is equal to ക്യാപിറ്റൽ n2 ബൈ എൽ. സോ n2 ഇൻറ്റു എൽ. അതൊന്നുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ mu naught n1 n2 പൈ r1 സ്ക്വയർ ഇൻറ്റു എൽ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. 3ഉം 4ഉം കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, LHS ആർ ഈക്വൽ, RHS ഇവിടെ ഒരു I1 ഉണ്ട്, ഇവിടെ ഇതേപോലെ ഇവിടെ ഒരു RHS ഇവിടെ ഞാൻ I1 ഇട്ടാൻ വിട്ടുപോയി. ദിസ് ഇസ് I1 ഈസ് ഹിയർ, ഈ I1 കൂടെ എഴുതാനുണ്ട്. അപ്പോൾ ഇവിടെയും I1 ഉണ്ട്, ഇവിടെ I1 ഉണ്ട്, ഇവിടെ n2 ∅2 ഓക്കെ. അപ്പോൾ റിമൈനിങ് അതിലെ ടേംസ് ഇവിടെ m21 ഉണ്ട്, ഇവിടെ ഈ ബാക്കിയുള്ള ടേംസ് mu naught n1 n2 പൈ r1 സ്ക്വയർ ഇൻറ്റു എൽ, ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് m21 കിട്ടുക. സോ m21 is equal to mu naught n1 n2 പൈ r1 സ്ക്വയർ ഇൻറ്റു എൽ. ദിസ് ഈസ് m12, ദിസ് ഈസ് m21. നോക്കൂ, രണ്ടിൻ്റെയും എക്സ്പ്രഷൻ സെയിം ആണ്. mu naught n1 n2 പൈ r1 സ്ക്വയർ എല്ലാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S1 വിത്ത് റെസ്പെക്ട് ടു S2, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S2 വിത്ത് റെസ്പെക്ട് ടു S1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S1 with respect to S2 is equal to mutual inductance of S2 with respect to S1. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് എഴുതേണ്ടതില്ല, യു ക്യാൻ ജനറലി റൈറ്റ് ഇറ്റ് ആസ് M, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ നമുക്ക്
ഒരു സോളിനോയിഡിന്റെ രണ്ട് സോളിനോയിഡ്സ് മ്യൂച്വലി ഇരിക്കുന്ന സമയത്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് കോയിൽ എടുത്താലും സെക്കൻഡ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കോയിൽ എടുത്താലും മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ജനറലി എം എന്ന് എടുത്താൽ മതി. അപ്പോൾ M12 കണ്ടെത്തിയാൽ തന്നെ അത് തന്നെയായിരിക്കും M21. അപ്പോൾ ജനറലി നമുക്കതിനെ എം എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷനുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ഇഫ് ദി കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് റെഡ്യൂസ്ഡ് ഫ്രം 3 ആംപിയർ ടു 0. പ്രൈമറി കോയിലുള്ള കറണ്ട് 3 ആംപിയറിൽ നിന്ന് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തു, തന്നെ കറണ്ട് കുറഞ്ഞു. സോ ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി സെക്കൻഡറി കോയിൽ. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന EMF, അതായത് കറണ്ട് ചേഞ്ചിന്റെ ഫലമായിട്ട് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് 1500 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലിന്റെ ഇടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടെത്തണം. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ജനറലി നമ്മൾ സൈൻ ഒന്നും കൺസിഡർ ചെയ്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ E = M × di/dt. നമ്മളിപ്പോൾ പറയേണ്ടായി M21 M12 എന്ന് പ്രത്യേകം എഴുതേണ്ട, രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. സോ M × di/dt. ഓക്കെ, ദെൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന EMF സെക്കൻഡറി കോയിലിന്റെ EMF പറഞ്ഞാൽ 1500 വോൾട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു M × വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. അതായത് 3 ആംപിയർ കറണ്ട് 0 ആയി മാറി. നമ്മൾ അതിന്റെ സൈൻ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ദ ചേഞ്ച് ഈസ് ഓൺലി 3 ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാ 0.01. സോ M is equal to 1500 into 0.01 divided by 3. You will get the answer as 0.5 Henry. So that is the mutual inductance between primary and secondary coil. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. A solenoid of length 50 cm with 20 turns per centimeter and area cross section 40 cm square completely surrounds another coaxial solenoid. അപ്പോൾ അതൊരു സോളിനോയിഡ് ആണ്. ആ സോളിനോയിഡ് കോയാക്സിൽ ആയിട്ട് വേറെ ഒരു സോളിനോയിഡിന് സെയിം ലെങ്ത് ആണ്. ഏരിയ ക്രോസ് സെക്ഷൻ പക്ഷേ 25 ആണ്. ചെറിയ സോളിനോയിഡ് ഏരിയ ക്രോസ് സെക്ഷൻ കുറവാണ്. അതിന്റെ ടേൺസ് 25 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. സോ കാൽക്കുലേറ്റ് ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സിസ്റ്റം. അപ്പോൾ നമ്മൾ അതിന്റെ തിയറി പറഞ്ഞുള്ളൂ. ഒരു കോയിൽ S1 രണ്ടാമത്തെ കോയിൽ S2. നമ്മൾ S1 എന്നുള്ള കോയിൽ ഉള്ളിലും S2 എന്നുള്ള കോയിൽ പുറത്തും വെച്ചിട്ട് അതിന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓവറോൾ കണ്ടെത്തിയപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് M12 = M21 = μ0 N1 N2 πr1² × L. πr1² എന്ന് പറഞ്ഞാൽ A1 ആണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ഇന്നർ സോളിനോയിഡ്. അപ്പോൾ ആ ഇക്വേഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ μ0 N1 N2 A1 × L. ഇവിടെ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എല്ലാം തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. N1 എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സോളിനോയിഡ്, S1 എന്നുള്ള സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ 25 ടേൺസ് ആണ് അതിന്റെ N1. സോ 25 ടേൺസ് പെർ സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്താം, പെർ മീറ്റർ ആക്കാൻ വേണ്ടി SI യൂണിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 2500 ടേൺസ് പെർ മീറ്റർ എന്ന് എഴുതാം. അതേപോലെ N2 തന്നിട്ടുണ്ട്. S2 എന്നുള്ള അത് പുറത്തുള്ള സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 20 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. അതിന് നമുക്ക് 2000 ടേൺസ് പെർ മീറ്റർ എന്നും എഴുതാം. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. μ0 കിട്ടി, N1 കിട്ടി, N2. A1 എന്ന് പറഞ്ഞാൽ ഇന്നർ സോളിനോയിഡിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ, ദാറ്റ് ഈസ് 25 cm². ലെങ്ത് എന്ന് പറഞ്ഞാൽ സെയിം ലെങ്ത് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഗിവൺ അസ് 50 സെന്റിമീറ്റർ. നമുക്ക് അതിനെ 0.5 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതാം. μ0 പകരം 4π × 10⁻⁷ ഇൻറ്റു N1 എന്ന് പറഞ്ഞാൽ 2500 ആണ്. ദെൻ N2 എന്ന് പറഞ്ഞാൽ 2000 ഇൻറ്റു പൈയുടെ വാല്യൂ ഇവിടെ ഡയറക്റ്റ് കൊടുക്കേണ്ടതില്ല. നമ്മൾ πr1² മാറ്റിയിട്ട് നേരിട്ട് A1 തന്നിട്ടുണ്ട്. സോ A1 ദാറ്റ് ഈസ് ഇൻറ്റു A1 25 × 10⁻⁴ 25 cm² ആണ്. അപ്പോൾ 25 × 10⁻⁴. ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ്. സോ 0.5 മീറ്റർ. എല്ലാവരും ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും 7.84 × 10⁻³ ഹെൻറി. സോ ദാറ്റ് ഈസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. പാരാമീറ്റേഴ്സ് 1 by 1 എഴുതി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടുത്താം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം. 2 concentric circular coils, one of smaller radius, സർക്കുലർ കോയിലാണ്, സ്മോളർ റേഡിയസ് R1 ആൻഡ് അതർ ലാർജർ റേഡിയസ്, വേറൊരു സർക്കുലർ കോയിൽ അതിൻ്റെ റേഡിയസ് R2, സച്ച് ദാറ്റ് R1 ഈസ് വെരി വെരി ലെസ് ദാൻ R2. ഒരു കോയിൽ അതിൻ്റെ റേഡിയസ് R1, രണ്ടാമത്തെ കോയിൽ അതിൻ്റെ റേഡിയസ് R2. ഇനി ഇതെങ്ങനെ വെച്ചിരിക്കുന്നത്, ആർ പ്ലേസ്ഡ് കോയാക്സലി വിത്ത് സെൻറ്റേഴ്സ് കോയിൻസൈഡിങ്. ഇതുപോലെ ഒരു കോയിൽ R1 റേഡിയസ് ഉള്ള ഒരു കോയിലും R2 റേഡിയസ് ഉള്ള ഒരു കോയിലും രണ്ടിനെയും സെൻറ്റർ കോയിൻസൈഡിങ് ആണ്. അത് കോയാക്സിലാണ് വെച്ചിരിക്കുന്നത്. രണ്ടിനെയും സെൻറ്റർ കോമൺ ആണ്. കാൽക്കുലേറ്റ് ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്.
നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ വെച്ചത് ഒരു സോളിനോയിഡ് S1 വേറെ സോളിനോയിഡ് S2 രണ്ട് കോയാക്സിൽ തന്നെ വെച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും സർക്കുലർ കോയിൽസ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് സിസ്റ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഔട്ടർ കോയിൽ അതിൻ്റെ ഒഴുകുന്ന കറണ്ട് I2 എന്ന് എടുക്കാം. ലെറ്റ് I2 വിത്ത് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഔട്ടർ കോയിൽ. ഓക്കെ, സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദിസ് കോയിൽ, ഈ I2 എന്നുള്ള കറണ്ട് ഇതിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ ഇസ് ഈക്വൽ ടു μ0I/2R. μ0I/2R. അപ്പോൾ ഇവിടെ B2 മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറണ്ട് I2. സോ B2 ഇസ് ഈക്വൽ ടു μ0I2 ഡിവൈഡഡ് ബൈ 2R2. കാരണം ഔട്ടർ സോളിനോയിഡിന്റെ ഔട്ടർ കോയിലിന്റെ റേഡിയസ് R2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് ഫസ്റ്റ് കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, നമുക്കറിയാം. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി ഇന്നർ കോയിൽ φ1 ഇസ് ഈക്വൽ ടു B2. അതായത് ഔട്ടർ സോളിനോയിഡ് ഉണ്ടായ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സോളിനോയിഡ് അല്ല കോയിൽ, ഔട്ടർ കോയിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് B2 ഇൻറ്റു A1, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ഇന്നർ കോയിൽ, ദാറ്റ് ഈസ് B2 ഇൻറ്റു πr1 സ്ക്വയർ. കാരണം ഇന്നർ കോയിലിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R1 ആണ്. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr1 സ്ക്വയർ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ φ1 ഇസ് ഈക്വൽ ടു B2 നമുക്ക് എഴുതിണ്ട് μ0I2 ഡിവൈഡഡ് ബൈ 2R2 ഇൻറ്റു A1 നമ്മൾ എഴുതിണ്ട് πr1 സ്ക്വയർ. ഓക്കെ, ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ φ1 ഇസ് ഈക്വൽ ടു μ0πr1 സ്ക്വയർ അതേപോലെ എഴുതി ബൈ 2R2 ഇൻറ്റു I2 മാറ്റി എഴുതി. കാരണം ഇതെല്ലാം തന്നെ കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ് ആണ്. സോ φ1 ഇസ് ഈക്വൽ ടു μ0πr1 സ്ക്വയർ ബൈ 2R2 ഇൻറ്റു I2. നമുക്കതിനെ വേറെ വിധത്തിൽ എങ്ങനെ എഴുതാം? φ1 ഇസ് ഈക്വൽ ടു M12 ഇൻറ്റു I2. ദാറ്റ് ഈസ് വാട്ട് ഈസ് M12? M12 ഇസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഇന്നർ കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഔട്ടർ കോയിൽ, ദാറ്റ് ഈസ് M12 ഇൻറ്റു I2. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. M12 എന്ന് പറഞ്ഞാൽ എന്താണ്? μ0πr1 സ്ക്വയർ ബൈ 2R2. ദാറ്റ് ഈസ് M12 ഇസ് ഈക്വൽ ടു μ0πr1 സ്ക്വയർ ബൈ 2R2. ഇതേപോലെ തന്നെ നമ്മൾ സോളിനോയിഡിന്റെ കേസിലൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് M21 ഇസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് ദ സെയിം എക്സ്പ്രഷൻ μ0πr1 സ്ക്വയർ ബൈ 2R2 എന്ന് പറഞ്ഞാൽ M12ഉം M12ൻ്റെയും വാല്യൂ ഒന്ന് തന്നെ ആയിരിക്കും. സോ ദ എക്സ്പ്രഷൻ, ടോട്ടൽ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് സോ ദ ഫൈനൽ എക്സ്പ്രഷൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി സിസ്റ്റം M ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം μ0πr1 സ്ക്വയർ ബൈ 2R2. ദാറ്റ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് സിസ്റ്റം μ0πr1 സ്ക്വയർ ബൈ 2R2. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനീഷ്യലി നമ്മൾ ഇൻഡക്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, അതായത് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് ദി കറണ്ട്. സോ φ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു കറണ്ട്. അതിന് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു, ഡയമെൻഷൻ ഫോർമുലയൊക്കെ. ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ നിയർ ബൈ കോയിൽ. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തി. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF E2 is equal to N into di/dt എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു ലോങ് സോളിനോയിഡിൻ്റെ എക്സ്പ്രഷൻ M12 അല്ലെങ്കിൽ M21 അത് കോമൺ ആയിട്ട് കിട്ടി. μ0 ഇൻറ്റു N1 N2 πr1 സ്ക്വയർ ഇൻറ്റു L അല്ലേ, നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? μ0 ഇൻറ്റു N1 ഇൻറ്റു N2 നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് N1, N2 നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് രണ്ട് സോളിനോയിഡിന് πr1 സ്ക്വയർ ഇൻറ്റു L എന്നുള്ള എക്സ്പ്രഷൻ കണ്ടെത്തി. അതിനെ ബേസ് ചെയ്ത പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ദെൻ ഫൈനലി സോളിനോയിഡ് മാത്രമല്ല ഏതൊരു അറേഞ്ച്മെൻ്റ് ഉള്ള സിസ്റ്റമാണെങ്കിലും കോയിൽ സർക്കുലർ കോയിൽ എടുത്തു, അപ്പോഴും നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടെത്താനുള്ള ഫോർമുല കിട്ടി. ഇതേപോലെ തന്നെ ഇവിടെ സോളിനോയിഡിൻ്റെ പകരം സർക്കുലർ കോയിൽ ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ M is equal to μ0πr1 സ്ക്വയർ ബൈ 2R2. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷനും ഒക്കെ വിശദമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.